അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സുദർശന ചക്ര പ്രതിഷ്ഠയാണ് ശ്രീ തൃച്ചക്രവരം സുദർശനമൂർത്തി ക്ഷേത്രത്തിലുള്ളത്. രാവിലെ ഉഗ്ര സ്വരൂപിയായിട്ടുള്ള 16 തൃക്കൈകളോടുകൂടിയ മഹാസുദർശനമൂർത്തി ഭാവത്തിലാണ് പൂജ. വൈകിട്ട് ശാന്തസ്വരൂപനായ മഹാവിഷ്ണുവായിട്ടും. എന്നാൽ മഹാവിഷ്ണു ഉണ്ടെങ്കിൽ കൂടി ഇവിടെ ശിവൻ്റെ സാന്നിധ്യം വളരെയധികം കാണപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശർക്കര പന്തീരാഴി പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. 12 ഇടങ്ങഴി അരിയും 6 കിലോ ശർക്കര, 12 നാളികേരം എന്നാണ് കണക്ക്. ഈ അനുപാതത്തിലാണ് ഇവിടെ ശർക്കര പന്തീരാഴി നിവേദിക്കുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണ് പ്രധാനമായും ഈ വഴിപാട് നടത്തുന്നത്. ഇവിടെ ആളുകൾ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ, അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അവരിവിടെ വന്ന് വഴിപാടുകൾ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നാഴിയും പിടിയും. നാഴിയും പിടിയും എന്ന് പറഞ്ഞ വഴിപാട് നമ്മുടെ പ്രധാനമായി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നാഴിയും പിടിയും കഴിക്കുക എന്ന് പറഞ്ഞൊരു, നാഴി അരിയും ഒരു പിടി അരിയും എന്നതാണ് അതിലെ സങ്കല്പം. ആ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ, നേർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ കാണാണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാറുണ്ട്. കിട്ടിയ അനുഭവം ധാരാളമാണ്. പിന്നെ ഒരു പ്രധാന വഴിപാട് എന്ന് പറയുന്നതാണ് കളഭം. ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇവിടെ ആ വഴിപാട് നടക്കാറുള്ളത്. ഇപ്പോൾ 1-2 വർഷമായിട്ട് ഒന്നിലധികം കളഭം വഴിപാട് കണ്ടുവരുന്നുണ്ട്. എല്ലാ വർഷവും ഒരു വഴിപാടെങ്കിലും ഇവിടെ കളഭം ഉണ്ടാവാറുണ്ട്. ആ കളഭം വഴിപാട് പ്രധാനമായിട്ടും സന്തതികൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സന്തതികൾ ഉണ്ടാവാനായിട്ട് ഉത്തമമായൊരു വഴിപാടാണ്. അതായത് ചന്ദനം, അതുപോലെ പച്ചക്കർപ്പൂരം, രാമച്ചം, പനിനീര്, കുങ്കുമപ്പൂവ്, പല വിധങ്ങളായിട്ടുള്ള ചേരുവകൾ ചേർത്ത് അരച്ച് എടുത്ത് അത് മണ്ഡപത്തിൽ വെച്ച് തന്ത്രി പൂജിച്ച് ദേവന് അഭിഷേകം ചെയ്യുന്നു. അത് പിറ്റേന്നാൾ കാലത്ത് മാത്രമേ ആ ചന്ദനം നമ്മൾ വാരുകയുള്ളൂ. അതുവരെ ഒരു ദിവസം മുഴുവൻ ഭഗവാൻ ആ കളഭത്തിൽ ഫുൾ നിൽക്കും. അതാണ് പ്രധാനപ്പെട്ട വഴിപാടാണ് കളഭം വഴിപാട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കായിട്ട് രക്ഷസനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ 30 വ്യാഴാഴ്ചകളിലും ഈ ക്ഷേത്രത്തിൽ തെടുപ്പുള്ളിയിൽ വെച്ച് രക്ഷസ് നിവേദ്യം പതിവുണ്ട്. അതായത് രക്ഷസുകളിൽ നിന്നുള്ള ഉപദ്രവം സാധാരണ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് രക്ഷസ്, സർപ്പം എന്നിങ്ങനെ. അതിൽ രക്ഷസിൻ്റെ നിവേദ്യം ഇവിടെ എല്ലാ 30 വ്യാഴാഴ്ചകളിലും നടത്തപ്പെടുന്നുണ്ട്.